പുതിയ നിയമസഭയ്ക്ക് ദശാംശവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതൊരു സത്യമാണ്. ദശാംശം കൊടുക്കണമെന്നും വ്യവസ്ഥയില്ല, കൊടുക്കരുതെന്നും വ്യവസ്ഥയില്ല. എന്നാൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് ലഭിക്കുന്നതിലൊക്കെയും ഞാൻ ദശാംശം തരും എന്ന് ദൈവത്തോട് നമ്മൾ ഒരു പൊരുത്തന, അതായത് ഒരു വാഗ്ദാനം ദൈവത്തോട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വർഗം ആ വാക്ക് മുദ്രയിട്ടിട്ടുണ്ടായിരിക്കും. അത് മുടക്കരുത്, അത് ചെയ്തോണം. അത് നമ്മൾ മുടക്കിയാൽ അത് നമുക്ക് നാശകോലമാകും. പ്രൈസ് ദി ലോർഡ്. കുറച്ച് നാളായി യൂട്യൂബിലും വാട്സാപ്പിലും ഒക്കെ ഈ ദശാംശം എന്ന് പറഞ്ഞൊരു ന്യൂസ് ഇങ്ങനെ അറിയാവുന്നവരും അറിയാത്തവരും എല്ലാം അതേലിട്ട് ഇങ്ങനെ പന്ത് കളിക്കുന്നത് പോലെ പന്ത് കളിക്കും. അപ്പോൾ മുതൽ രണ്ട് വാക്ക് പറയണം എന്നെനിക്ക് തോന്നിപ്പോയി. ഞാൻ 1974 അവസാനം സിലോൺ പെന്തക്കോസ്ത് മിഷനിലെ സുവിശേഷ പ്രവർത്തകനായിരുന്നു നാഗപ്പൂരിൽ. നമുക്കറിയാം, നാഗപ്പൂർ കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ കടന്നു പോകുന്ന കാലഘട്ടമായിരുന്നു. കേവലം ഒരു മാസത്തിലെ 15-16 അല്ലെങ്കിൽ കൂടി വന്നാൽ കൂടുതൽ നമ്മൾ ലോഭിച്ചു പോയാൽ ഒരു 17 ദിവസം ചിലവ് കഴിയാം. ബാക്കി 13 ദിവസം കൊടും പട്ടിണി വിശ്വാസ ഭവനത്തിലുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ആ വിശ്വാസ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ലഹരി പിടിച്ചിരിക്കുന്നവർക്ക് ഈ പട്ടിണി ഒരു പ്രയാസമായിട്ട് എനിക്ക് തോന്നിയില്ല അന്നത്തെയൊക്കെ. എന്നാൽ ഈ ദശാംശം എന്ന ഒരു വിഷയം അത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് ഒരനുഭവം എനിക്കുണ്ടായി. അത് പറയാനാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. അന്ന് ഈ ചരിത്രം, സിലോൺ പെന്തക്കോസ്ത് മിഷൻ്റെ ചരിത്രമല്ല, പഴയ കഥകൾ അറിയാവുന്നവർക്ക് അറിയാം. പക്ഷേ ജോർജ് പണിക്കർ ബോംബെയിൽ സെൻട്രൽ മാഷായിരിക്കുന്ന സമയത്താണ് അന്നൊക്കെ നാഗപ്പൂരും ഈ ബോംബെ സെൻറ്ററിൻ്റെ കീഴിലായിരുന്നു സിലോൺ പെന്തക്കോസ്ത് മിഷൻ. അപ്പോൾ നാഗപ്പൂർ എന്ന് പറയാൻ കൂടുതൽ ഒരു 12-13 പേര് സഭായോഗത്തിന് വരും. അതിനകത്ത് 3-4 മലയാളികളുണ്ട്, ബാക്കിയെല്ലാം അവിടുത്തുകാരാണ്. കുറച്ച് മറാഠി വിശ്വാസികളും കുറച്ച് ബീഹാർ സ്വദേശികളും പഞ്ചാബികളും ഒക്കെ ചേർന്നിട്ടുള്ള കുറച്ച്, എല്ലാവരും കൂടെ കൂടി വന്നാൽ ഒരു 10-28 പേര് സഭായോഗത്തിന് കാണുമായിരിക്കാം. പക്ഷേങ്കിൽ അവർക്കാർക്കും ദശാംശം കൊടുക്കണമെന്നുള്ള ഒരു ചിന്താഗതി ആർക്കും ഉണ്ടായിരുന്നില്ല. പാസ്റ്റർ പണിക്കരുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ തുടർന്ന്, വേർപാടിനെ തുടർന്ന് ഈ നാഗപ്പൂർ ഒരു സെൻറ്ററാക്കി ബിലായി, ജബൽപൂർ, ഭോപ്പാൽ ഇത്രയും സഭകൾ ഈ നാഗപ്പൂരിൻ്റെ കീഴിൽ കൊണ്ടുവന്നും കൊണ്ട് ആ സെൻട്രൽ വിഭാജനം പാസ്റ്റർ എ.സി. തോമസ് ചെയ്തു. ആ സെൻട്രൽ ആദ്യമായിട്ട് നിയമിതനായത് പാസ്റ്റർ PM തോമസ്. അദ്ദേഹം പാസ്റ്ററല്ല, അദ്ദേഹം ഒരു മൂപ്പനാണ്. താൻ അമർനാഥിൽ ഇരിക്കുന്ന സമയത്താണ് തന്നെ നാഗപ്പൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ അപ്രതീക്ഷിതമായി ഞാൻ ബോംബെ സെൻട്രലിൽ, അപ്പോൾ നാഗപ്പൂരിലെ കുറച്ച് ശുശ്രൂഷ കഴിഞ്ഞ് പാസ്റ്റർ പണിക്കരുടെ മരണത്തെ തുടർന്ന് ഞാൻ ഇനി മദ്രാസിലോട്ട് പോകാൻ ഇങ്ങനെ തയ്യാറെടുത്തിരിക്കുമ്പോൾ എനിക്ക് അവിടെ ഒരു ടെലിഫോൺ കോൾ പാസ്റ്റർ എ.സി. തോമസിൻ്റെ വന്നു. നിന്നെ ഞാൻ വീണ്ടും നാഗപ്പൂരിലേക്ക് അയക്കുകയാണ്, പാസ്റ്റർ PM തോമസിനെ നിന്നെയും അത് സെൻറ്ററായിട്ട് വേർതിരിച്ചു. നിങ്ങൾ രണ്ടുപേരും കൂടെ ആ സെൻറ്ററിലെ കാര്യങ്ങൾ, അത് വേലയെ വിപുലപ്പെടുത്തണം. അപ്പോൾ എനിക്ക് നാഗപ്പൂരിലെ കംപ്ലീറ്റ് ചരിത്രം, പട്ടിണിയുടെ പശ്ചാത്തലമൊക്കെ എനിക്കറിയാവുന്നത് കൊണ്ട് ഇടാനൊരു കമ്പിളി ഉടുപ്പ് പോലുമില്ല. തണുപ്പെന്ന് പറഞ്ഞാൽ തണുപ്പ്, ചൂട് കാലത്ത് ചൂട്, ഇങ്ങനെ സൂര്യൻ നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത് പോലെ ഒരു വല്ലാത്ത, മോഹൻ നഗറിൽ ഒരു വാടക വീട്ടിൽ മേളിൽ അപ്സ്റ്റെയറിലാണ് നമ്മൾ. ഒരു ഫ്ലാറ്റ് എന്ന് പറയാനില്ല, ഒരു മുറി, അതിൻ്റെ 2 വശത്തോട്ട് ഓരോ ചാർത്തിറക്കി, ഒരു ചാർത്ത് അടുക്കള, ഇങ്ങേപ്പുറത്തെ ചാർത്ത് PM തോമസും ഞാനും കൂടെ കിടക്കുന്ന സ്ഥലം. ആദ്യം അവിടെ VM തോമസ് എന്ന് പറയുന്ന ആളായ പല ദൈവദാസന്മാരും അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ പറയാൻ വരുന്നത് ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെന്താണെന്നറിയാം, അന്ന് നാഗ്പൂരിൽ നമ്മുടെ വേല, ഈ സിലോൺ പെന്തക്കോസ്ത് മിഷൻ്റെ വേല, സിലോൺ പെന്തക്കോസ്ത് മിഷനോട് സാധാരണ മറ്റുള്ള സഭക്കാർക്കും ഒക്കെ കുറച്ചൊക്കെ എതിരോ വൈരാഗ്യമോ അസൂയയോ കുറച്ച് മതിപ്പുറവോ ഒക്കെ പരാതികളൊക്കെ ഉണ്ടെങ്കിലും ശരി, നാഗപ്പൂരിൽ മറ്റുള്ള സഭക്കാരൊക്കെ നമുക്ക് വളരെ സഹായകമായിരുന്നു. വിശേഷാൽ
IPCയുടെ പല വേലകളും അവിടെ പലയിടങ്ങളിലും ഇൻഡിപെൻഡൻ്റായിട്ട് പല സഭകളും ഉണ്ടായിരുന്നു. അവരൊക്കെ അവർക്ക് കിട്ടുന്ന ദശാംശത്തിൻ്റെ ഒരു പങ്ക് എന്തെങ്കിലുമൊക്കെ ഫെയ്ത്ത് ഹോമിൽ കൊണ്ടുവന്ന് തരിക പതിവായിരുന്നു. അതുപോലെ തന്നെ AGയിൽ ഒരു കുടുംബമായിട്ടുണ്ടായിരുന്ന ഒരു അപ്പച്ചനും അമ്മച്ചിയും കൂടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഭാഷയായിരുന്നു. അവർക്ക് ഒരു വേർകൃത്യമില്ല കേട്ടോ. വല്ലപ്പോഴും ഒക്കെ ഫെയ്ത്ത് ഹോമിൽ വരികയും സംസാരിക്കുകയും അവർ വരുന്ന ഉടനെ എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്ത ആഹാരമൊക്കെ നമുക്ക് കൊണ്ടുതരികയൊക്കെ ചെയ്യും. അങ്ങനെ അതുപോലെ തന്നെ MI ജോസഫ് പല പ്രാവശ്യം ചർച്ച് ഓഫ് ഗോഡിൻ്റെ തന്നെ ഓവർസീയറായിരിക്കുന്ന സമയത്ത് താൻ നാഗപ്പൂർ ഫെയ്ത്ത് ഹോമിൽ വന്ന് നമ്മെ സഹായിച്ചിട്ടുള്ള ചരിത്രമൊക്കെ എനിക്കറിയാം. അങ്ങനെ വടക്കേന്ത്യയിൽ സഭകളും തമ്മിൽ വലിയൊരു ബന്ധങ്ങളും ഒരു ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ എരിയുന്ന തീച്ചൂള സമയത്ത് അല്പം വെള്ളം കുടിക്കാൻ കിട്ടുന്നത് പോലെ ഉള്ളത് ഒരു അനുഭവമായിരുന്നു. വലിയൊരു ഒരു കൂട്ടായ്മയൊക്കെ അന്നൊക്കെ ഉണ്ടായിരുന്നു. ആരാധനയും വേലയും അല്ലെങ്കിൽ ഉപദേശവും ഒക്കെ വേറെയാണെങ്കിലും വടക്കേന്ത്യയുടെ ഭാഗത്തൊക്കെ ചെല്ലുന്ന ഉടനെ വലിയൊരു ഐക്യവും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇന്നതുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്നതില്ല എങ്കിലും വേലകൾക്ക് നിലനിൽക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ വേലയുടെ ചരിത്രം പറയാനല്ല ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. അന്നൊരു അനുഭവം ഉണ്ടായി. പട്ടിണി, കുടുംബിരി കൊള്ളുന്ന പട്ടിണി. ഒരു ദിവസം പാസ്റ്റർ PM തോമസ് എന്നോട് പറഞ്ഞു, അപ്പോൾ അദ്ദേഹം മൂപ്പനാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞു, ആകെപ്പാടെ തൂത്തുവാരി എല്ലാം കൂടെ ഒരു 34 രൂപ ഉണ്ട്. അതിനകത്തുനിന്ന് 34 രൂപയ്ക്കകത്തുനിന്ന് 18 രൂപയുടെ ഒരു ടിക്കറ്റ് എനിക്ക് എടുത്തു തന്നു ചന്ദ്രാപൂരിലേക്ക്. അന്ന് നാഗപ്പൂരിൽ നിന്ന് റെയിൽവേക്ക് 18 രൂപ ടിക്കറ്റാണ്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഈ 18 രൂപയുടെ ടിക്കറ്റ് എടുത്തു തന്ന പുള്ളിയും റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, വിശ്വാസത്തോടു കൂടി പോവുക, ദൈവം നിന്നെ തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ ഞാൻ ചോദിച്ചു, തിരിച്ചു വരുന്നത് എങ്ങനെ? അപ്പോൾ പുള്ളി പറഞ്ഞത്, തിരിച്ചു വരുന്നത് ദൈവം കൊണ്ടുവരും, നീ എന്തിനാ വിഷമിക്കുക, ദൈവമാണ് നിന്നെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ ദൈവം നിൻ്റെ കൂടെ കാണും. ഓക്കെ, ഞാൻ അതങ്ങ് വിശ്വസിച്ചു, അതങ്ങ് ഏറ്റെടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പോൾ അദ്ദേഹം എൻ്റെ 2-3 അഡ്രസ്സൊക്കെ തന്നു. ഇന്നടത്തൊക്കെ താമസിക്കുന്നുണ്ട്, അവരെയൊക്കെ ചെന്ന് സന്ദർശിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു, ചന്ദ്രാപൂരിൽ ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കാൻ ആരൊക്കെയോ വരുമെന്നാണ് നമ്മൾ വിചാരിക്കും. ഇല്ലെങ്കിൽ ആരെയൊക്കെ, പക്ഷെങ്കിൽ ഒരു രക്ഷയില്ല. ചന്ദ്രാപൂരിൽ വേലയെന്ന് പറയുന്ന ഒന്നുമില്ല, വിശ്വാസികളുമില്ല, ഒന്നുമില്ല. ആരുണ്ട് വിശ്വാസികൾ, പെന്തക്കോസുകാർ ആരുണ്ടെന്ന് പോലും അറിയാനുള്ള യാതൊരു സാഹചര്യവുമില്ല. 1974. അപ്പോൾ ഞാനൊരു സന്ധ്യ സമയത്താണ് ഞാൻ ചന്ദ്രാപൂരിൽ ചെന്നത്. അപ്പോൾ എങ്ങോട്ടും പോകാൻ വഴിയില്ല. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇരുന്ന് ആ ബെഞ്ചിൽ അങ്ങ് ഉറങ്ങി. വെളുപ്പിന് രാവിലെ 5 മണിക്ക് നാഗപ്പൂരിൽ നിന്നൊരു പാസഞ്ചർ ട്രെയിൻ വരുന്നുണ്ട്. ആ പാസഞ്ചർ ട്രെയിനിലാണ് ഈ പച്ചക്കറിയും മറ്റുള്ളതെല്ലാം വരുന്നത്. ഓരോടും പച്ചക്കറിക്കാർ ഇങ്ങനെ തലയിൽ ചുമടുമേറ്റി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതിൽ ആരെങ്കിലും ഒരു മലയാളിയെ കണ്ടുകിട്ടിയെങ്കിലോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ടാമറിൻ ഞാൻ കരുതി. അപ്പോൾ ആ ടാമറിൽ അടിച്ചും കൊണ്ട് ഞാൻ വിചാരിച്ചു രാവിലെ എഴുന്നേറ്റ് ഒരു പാട്ട് പാടാൻ. അപ്പോൾ ആ ബെഞ്ചിൽ ഇരുന്നു കൊണ്ട്, എന്നുള്ളമേ സ്തുതിക്ക നീ പരനേ താൻ നന്മകൾക്കായി സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം എന്ന പാട്ട് ഞാൻ തന്നെ ടാമറിനടിച്ച് പാടി. അപ്പോൾ പച്ചക്കറിയും കൊണ്ടുപോയ ഒരു ചുമട്ടുകാരൻ, ഒരു ചെറുപ്പക്കാരൻ, എൻ്റെ അത്രയും പ്രായം തന്നെയുള്ള ഒരു ചെറുപ്പക്കാരൻ, അന്ന് എനിക്ക് തോന്നുന്നു 22, I am 22 or 23 years old. എന്നോടൊപ്പം എൻ്റെ സമപ്രായക്കാരനായ ഒരു ചെറുപ്പക്കാരൻ ചുമട് താഴെ വെച്ചിട്ട് എന്നോട് ചോദിച്ചു, ഉപദേശിയുടെ പേരെന്തോ? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പേര് കോശി എന്നാണ്. ഉപദേശി എവിടുന്ന് വരിക? അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറയാം, ഇന്നടത്തുനിന്ന് വരിക. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആളിൻ്റെ പേര് ജെയിംസ് എന്നാണ്. അദ്ദേഹം പുനലൂർക്കാരനാണ്. അദ്ദേഹം സിലോൺ പെന്തക്കോസ്ത് മിഷൻകാരനാണ്. പക്ഷേ അന്നേരം സിലോൺ പെന്തക്കോസ്ത് മിഷൻകാരനല്ല. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഉപദേശി ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്നു. അപ്പോൾ എനിക്ക് ഈ ഓർഡിനൻസ് ഫാക്ടറിയുടെ ക്വാർട്ടേഴ്സിൽ എനിക്ക് പോകണം. അവിടെ നിന്ന് ഒത്തിരി ദൂരമാണ്, ബസ്സിന് പൈസയില്ല. അത്രയും ദൂരമാണെന്ന് PM തോമാച്ചാൻ അറിയാമോ ഒന്നും എനിക്കറിയില്ല. എൻ്റെ അതിനോടൊന്നും പൈസ ഒന്നും തന്നില്ല. ഓർഡിനൻസ് ഫാക്ടറിയിലെ ഒരു അഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ട്. അന്നൊക്കെ ഓർഡിനൻസ് ഫാക്ടറിയുടെ ക്വാർട്ടേഴ്സ് ഒന്നും നമ്മളെ കയറ്റി വിടുന്ന, അവിടെ സെക്യൂരിറ്റി ഒന്നും കയറ്റി വിടത്തൊന്നുമില്ല.
അപ്പോൾ എന്താണെന്നൊന്നും അറിയത്തില്ല. മലയാള ഭാഷ മാത്രമുണ്ട്, ഇംഗ്ലീഷിൻ്റെ ചില മൂലകൾ ഒക്കെ എനിക്കറിയാം. ഹിന്ദി അല്പം പോലും അറിയത്തില്ല. ഖാന പാനി എന്നുള്ള 2-3 വാക്കുകൾ മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ടാമറിനും കയ്യിലുണ്ട്, വേദപുസ്തകം കയ്യിലുണ്ട്, ഒരു ജുബായി കൊണ്ട് ഇട്ടിരിക്കുന്ന ജുബയല്ലാതെ മാറി കൊടുക്കാൻ പോലും ഒരു ലുങ്കി കയ്യിലുണ്ട്. ഇത്രയും കൊണ്ട് സഞ്ചിയിലാക്കി ഞാൻ പോയിരിക്കുകയാണ്. എന്തായാലും പ്രാർത്ഥന കൂടുണ്ട്, ദൈവത്തിൻ്റെ കൃപ കൂടുണ്ടെന്ന് ദൈവം എന്നോട് പറഞ്ഞു. അപ്പോൾ ഈ പാട്ട് കഴിഞ്ഞ് ജെയിംസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ പോയി. ബസ് ടിക്കറ്റ് അദ്ദേഹം തന്നെ, ഞാൻ ബസ്സിൽ കയറിയപ്പോൾ പറഞ്ഞു എൻ്റെ പൈസ ഇല്ല. അപ്പോൾ അത് പറഞ്ഞ് ഉദ്ദേശിച്ച ഞാൻ ടിക്കറ്റ് എടുത്തോളാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പച്ചക്കറി അത് വലിയ കൊട്ടയും ആ വണ്ടിയുടെ മുകളിൽ കയറ്റി ഇങ്ങനെ എന്തായാലും അന്നൊക്കെ സ്റ്റേറ്റ് ബസ്സുണ്ട് അവിടുന്ന്. അവിടുന്ന് ഏതോ ഒരു ദേശത്ത് ഓർഡിനൻസ് ഫാക്ടറിയുടെ ക്വാർട്ടേഴ്സിൻ്റെ ആ വാതിൽ എവിടെയോ ചെന്നു. തനിക്ക് കച്ചവടം ചെയ്യുന്ന സ്ഥലത്ത് പച്ചക്കറി കച്ചവടം, നാഗപ്പൂരിൽ നിന്ന് പച്ചക്കറി കൊണ്ടുവരിക. അപ്പോൾ അദ്ദേഹം ഇറങ്ങേണ്ട സ്ഥാനത്ത് ഇറങ്ങി, ഞാനും ഇറങ്ങി. പച്ചക്കറിയൊക്കെ കൊണ്ടുവന്ന് ഏതോ ഒരു കടയിലോ സ്റ്റാൻഡിലോ വെച്ചതെന്ന് എനിക്ക് തോന്നുന്നു. വെച്ചതിന് ശേഷം അദ്ദേഹം വലിയ സന്തോഷത്തോടുകൂടി എന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ സഹോദരി എന്ന് പറയുന്നത് ഈ പുനലൂരിലെ നമ്മുടെ ഒരു സിലോൺ പെന്തക്കോസ്റ്റ് മിഷൻ വിശ്വാസിയായിരുന്നു. ചെറുപ്പത്തിൽ സൺഡേ സ്കൂൾ പഠിച്ച വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ സൺഡേ സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ജ്യേഷ്ഠത്തി അനിയത്തിമാർ 2 പേരുണ്ട്. പ്രായമായവരായിരുന്നു. വിവാഹം ചെയ്ത് അത് വീട്ടിൽ പ്രോപ്പറായി വിവാഹം ചെയ്ത് അയച്ചില്ല. അങ്ങനെ അവരെ അക്കാലത്ത് ഈ ട്രക്ക് ഓടിക്കുന്ന തമിഴ് സഹോദരങ്ങളെന്നൊക്കെ പുനലൂരിലെല്ലാം ട്രക്കുമായിട്ട് വരും. അങ്ങനെ ഒരു ജ്യേഷ്ഠനും അനിയനും ജ്യേഷ്ഠത്തി അനിയത്തിയും തമിഴ്നാട്ടുകാരായ ഒരു വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച് അങ്ങ് കൊണ്ടുപോയി അവർ നാഗപ്പൂരിൽ എത്തിയിരിക്കുക. ഇപ്പം നാഗപ്പൂരിൽ അവർ വണ്ടി ട്രക്ക് ഓടിച്ചാണ് അവർ അവിടെ താമസിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ എന്നെ ഒരു ദിവസം അവിടെ താമസിപ്പിച്ചു. വയറ് നിറച്ച ആഹാരമൊക്കെ തന്നു. നല്ല നാടൻ ആഹാരമൊക്കെ ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം അന്നാണ് കഴിക്കുന്നത്. ആഹാരം തന്നതിന് ശേഷം എനിക്കവിടെ അധികം നാൾ നിൽക്കാനൊക്കത്തില്ലല്ലോ. പെട്ടെന്ന് പിന്നെ അവിടെ ചില വിശ്വാസികളൊക്കെ, എനിക്ക് അവരുടെ ഒന്നും പേര് ഞാൻ ഓർക്കുന്നില്ല, ചിലർ വന്ന് എന്നെ കൊണ്ടുപോയി അവരുടെ വീട്ടിൽ താമസിപ്പിച്ചു. ചന്ദ്രപ്പൂരിൽ അങ്ങനെ അവിടെ ഓർഡിനൻസ് ഫാക്ടറി ക്വാർട്ടേഴ്സിൽ ഒരു പ്രാർത്ഥന തുടങ്ങി. ഒരു ബൈബിൾ ക്ലാസ് 2 ദിവസം ഞാൻ ബൈബിൾ ക്ലാസ് നടത്തി. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാഭിഷേകം വരുമ്പോൾ മനുഷ്യൻ അന്യഭാഷയിൽ സംസാരിക്കും. നമ്മൾ സംസാരിക്കുന്ന അവരവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലാകുമെന്നൊക്കെ വേദപുസ്തകത്തിൽ വായിച്ചിട്ടുള്ളതേ ഉള്ളൂ. ഭാഷയൊന്നും അറിയാൻ വയ്യാത്ത എനിക്ക് ഞാൻ ഇംഗ്ലീഷ് ഭാഷ ഒരുവിധം ഏതാണ്ട് 40% ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയുമായിട്ട് ആത്മാവിൽ നിറഞ്ഞ് സംസാരിച്ചു. ചില വ്യക്തികൾ കർത്താവിനായി ഹൃദയം കൊടുത്തു. അവിടെ ഒരു ആരാധനാക്രമം അവിടെ ഉണ്ടായി. അങ്ങനെ ചിലരൊക്കെ കൈനിറച്ച് പണം എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു. അപ്പോൾ അതിനെക്കുറിച്ചല്ല ഞാൻ പറയാൻ വന്നത്. എന്താണെന്നറിയാമോ? അപ്പോൾ ഞാൻ ഈ താമസിച്ച ആ പുനലൂർക്കാരുടെ ആ സഹോദരി, ഞാൻ ഇറങ്ങി യാത്ര പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പൊതിക്കെട്ട് കൊണ്ടുവന്നു. പൊതിക്കെട്ടിനകത്ത് മുഴുവനും കോയിൻസാണ്. അപ്പോൾ പുള്ളിക്കാരി എന്നെ ഒരു കലം കാണിച്ചു. എന്താണെന്നറിയാമോ? പുള്ളിക്കാരിക്ക് കിട്ടുന്ന പൈസയുടെ ഒരു ഭാഗം ചിലയിൽ നാളുകളായിട്ട് പുള്ളിക്കാരി ഒരു കലത്തിലിട്ട് കോയിൻസ്, അന്നത്തെ കാലത്ത് കോയിൻസിനൊക്കെ നല്ല വിലയുണ്ട്, നോട്ടൊന്നും ആരുടെയില്ല, നോട്ടുള്ളൂ. ആ കോയിൻസ് ഇട്ട് നിറച്ചു വച്ചിരിക്കുന്ന ഒരു പൊതിക്കെട്ട. നോക്കൂ, ദൈവം ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവരെ അഭ്യസിപ്പിക്കുക. അവർ വൃദ്ധരായാലും അത് വിട്ടുമാറുകയില്ല എന്നുള്ളതായ. അവരെ ആരാധനയുമില്ല, കൂട്ടായ്മയില്ല, ഒന്നുമില്ല. തന്നെ വിവാഹം കഴിപ്പിച്ച് അയച്ചു കൊണ്ടുവന്ന അല്ലെങ്കിൽ വിവാഹം ചെയ്ത് കൊണ്ടുവന്ന സഹോദരനുമായിട്ട് അവർക്ക് സുവിശേഷമായിട്ട് യാതൊരു വെളിപ്പാട് അല്ലെങ്കിൽ മറ്റുള്ള പ്രാർത്ഥനയും ഇതൊന്നുമില്ല. വീട്ടിൽ അവരങ്ങ് കഴിയുന്നു. 1-2 കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു ചെറുപ്പത്തിൽ, ചില വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമല്ലേ. അപ്പോൾ ഞാൻ ഇറങ്ങുമ്പോൾ ഈ പൊതിക്കെട്ട് എൻ്റെ കയ്യിൽ തന്നിട്ട് ആ സഹോദരി എന്നോട് ഒരു കാര്യം പറഞ്ഞു. ഉപദേശിച്ച് ഒരു കാര്യം ചെയ്യണം, ബെല്ലാർഷായിൽ എൻ്റെ സഹോദരി ഉണ്ട്, അവരുടെ അടുത്തൊന്ന് പോകണം. അപ്പോൾ ബെല്ലാർഷ എന്ന് പറയാൻ അവിടുന്ന് ദൂരമാണ്. ബെല്ലാർഷ എന്നൊക്കെ കേട്ടിട്ട് പോലുമില്ല. ബെല്ലാർഷ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ഈ കേൾവിക്കാർ എത്ര പേര് ബെല്ലാർഷയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ ബെല്ലാർഷായ്ക്കുള്ള ബസ്സിൽ ഈ ജെയിംസ് എന്നെ ബെല്ലാർഷായ്ക്ക് ബസ് കയറ്റി വിട്ടു. അപ്പോൾ എൻ്റെ ഇനി പൊതിക്കെട്ട് പൈസയും ഒക്കെ ഉണ്ട്. ഞാനത് ഒരു സഞ്ചിക്കകത്ത് പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് കടലാസിനകത്തൊക്കെ, അന്നൊന്നും പ്ലാസ്റ്റിക് കൂടൊന്നുമില്ല, കടലാസ് പേപ്പറിനകത്തൊക്കെ പൊതിഞ്ഞ് ഒരു പഴുതുണിക്കകത്തൊക്കെ ചില്ലറ പൈസ എല്ലാം കൂടെ കെട്ടി എൻ്റെ സഞ്ചിക്കകത്ത് ഇട്ടും കൊണ്ട് ഞാൻ ഇങ്ങനെ യാത്രയാവാം. ബെല്ലാർഷയ്ക്ക് പോയി.
ബെല്ലാർഷായിൽ ചെന്നിറങ്ങിയപ്പോൾ എല്ലാം കാളവണ്ടിയും ഉന്തുവണ്ടി കുതിരവണ്ടിയും എല്ലാം കൂടി ചേർന്ന് ഒരു നാടൻ മഹാരാഷ്ട്രയിലെ ഒരു നാക്ക എന്ന് പറയാം. അവിടെ പട്ടണമെന്ന് ബെല്ലാർഷ എന്ന് പറയുന്നേ ഉള്ളൂ. കുറേ ട്രക്കുകൾ അവിടെ കിടപ്പുണ്ട്, കുറച്ച് കാളവണ്ടി, അത് പിന്നെ അവിടുത്തെ മഹാരാഷ്ട്രയിലെ ചില വണ്ടി, ഒരു ചെറിയ സ്വീറ്റ്സ് ഒക്കെ വിൽക്കുന്ന കടകളും അവരുടേതായ ഓരോരോ രീതിയിലുള്ളതായ ഒരു ഇഷ്ടത്തോടുകൂടി അതിന് പട്ടണം എന്നാണ് അവർ പറയുന്നത്. നമ്മുടെ ഈ നാട്ടിലെ ഒരു ഗ്രാമത്തിലുള്ള ഒരു ചെറിയൊരു ഒരു വഴിത്തിരിവ് പോലും ഇല്ല, പറയത്തക്കൊണ്ടൊന്നുമില്ല. അത് അവിടുത്തെ വലിയൊരു പട്ടണമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആളിനെ പേര് മാത്രമുണ്ട്, ആ സഹോദരൻ്റെയും പേരുണ്ട്, അവരുടെ ഭർത്താവിൻ്റെ പേരുണ്ട്, ഈ സഹോദരിയുടെയും പേരുണ്ട്. ഇതും കൊണ്ട് അന്വേഷിച്ച് ഈ മഹാരാഷ്ട്രക്കാരോട് ഏത് ഭാഷയിൽ ചെന്ന് പറയാനോ. എന്തായാലും തപ്പിപ്പിടിച്ച് അവിടുന്ന് 1.5 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു ചൗൽ ഏരിയയിലേക്ക് എന്നെ ഒരാൾ കൊണ്ടുപോയിട്ട് ഇവരെ വീട് തേടി പിടിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അതൊക്കെ അങ്ങ് അത്ഭുതമായിട്ട് തോന്നുക, അങ്ങനെയൊക്കെ സംഭവിച്ചത്. അങ്ങനെ ഞാൻ ഈ ഉദ്ദേശ വേഷത്തിൽ അവിടുന്ന് നാഗപ്പൂരിൽ നിന്ന് പുറപ്പെട്ട വേഷമാണ്. അതങ്ങ് ചവിണ്ട് നാറി, അതങ്ങ് ഒരു വല്ലാത്ത രൂപത്തിലായി. എങ്കിലും അവരുടെ നോട്ടത്തിൽ അതൊരു വലിയൊരു വിശുദ്ധമാണ്. അപ്പോൾ ഞാൻ ബെല്ലാർഷായിൽ ഈ സഹോദരിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അതൊരു അന്നത്തെ കാലത്തെ അവരുടേതായ സൗകര്യത്തിൽ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ഒരു ചാല. അപ്പോൾ അവിടെ താമസിക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ എന്നെ തന്നെ പരിചയപ്പെടുത്തി ജ്യേഷ്ഠത്തിയുടെ അടുത്തു നിന്ന് വരികയാണ്. അവരെനിക്ക് ഒരു ചപ്പാത്തിയും എന്തൊക്കെ ഇച്ചിരി ആഹാരമൊക്കെ തന്നു. ഞാൻ ഒരു ഉച്ചയായപ്പോഴത്തേക്കാണ് അവിടെ ചെന്നത്. ഉച്ചയ്ക്കത്തെ ലഞ്ച് എനിക്ക് അവർ പെട്ടെന്നെല്ലാം ഒരുക്കി തന്നു. ഞാൻ അവിടെ നിന്ന് പിന്നെ നിൽക്കാൻ എനിക്ക് അവിടെ നിന്ന് മലയാളികൾ ആരുമില്ല. അപ്പോൾ ഒരു പ്രാർത്ഥന നടത്താനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ആ വീട്ടിൽ തന്നെ ഞാനൊരു പാട്ട് പാടി ഒന്ന് പ്രാർത്ഥിച്ച് ഉച്ചത്തിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ അവിടെ നിന്ന് യാത്ര തിരിച്ചു പോവുകയാണ്. കാരണം എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ പൊതിക്കെട്ടൊക്കെ എങ്ങനെങ്കിലും പട്ടിണി കിടക്കുന്ന ഫെയ്ത്തോമിൽ എത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അവിടുത്തെ പട്ടിണിയും സഹോദരിമാരും തോമാച്ചാൻ്റെ അടുത്ത് വരുമ്പോൾ വലിയൊരു സന്തോഷമായിരിക്കും എന്നൊക്കെ വലിയൊരു പ്രതീക്ഷയോടുകൂടി ഞാൻ വന്നിരിക്കുക. അപ്പോൾ ഞാൻ ഇറങ്ങാൻ നേരത്ത് ജ്യേഷ്ഠത്തി കാണിച്ചതിനെക്കാട്ടിലും ഉഗ്രമായിട്ട് ഒരു മൺകുടവും പൊക്കിക്കൊണ്ട് ഈ സഹോദരി വരുന്നു. എന്താണെന്നറിയാം, അവർക്ക് കിട്ടുന്ന പൈസയിൽ അവർ ദശാംശം ചില്ലറ പൈസ ഇങ്ങനെ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഒരു മൺകുടം. പ്രൈസ് ദി ലോർഡ്. ഇത് ഭർത്താവ് പോലും കാണാതെ അവർ പാത്തു വെച്ചിരിക്കുക. ഓരോ കുഞ്ഞുങ്ങളിൽ അവരുടെ അമ്മ പുനലൂർ പഴയ കാലത്തെ വിശ്വാസികളാണ്. ഏത് വിശ്വാസികളാണെന്ന് എനിക്കറിയത്തില്ല, കമുഞ്ചേരിയിലുള്ള വിശ്വാസികളാണ്. അപ്പോൾ അവിടുന്ന് അവർ ചെറുപ്പകാലത്ത് ആ ബാല്യ അവസ്ഥയിൽ സൺഡേ സ്കൂൾ പഠിച്ചപ്പോൾ കർത്താവിന് വേണ്ടി കൊടുക്കുന്ന ഒരു സ്വഭാവം അവർ ഏത് തലങ്ങളിൽ പോയിരുന്നാലും അത് നിർത്തിക്കളഞ്ഞില്ല. അവർ പഴയ നിയമവും പുതിയ നിയമവും തെളിവുണ്ടോ, ദശാംശത്തിന് തെളിവുണ്ടോ നോക്കിയില്ല. ദൈവം അവർക്ക് കൊടുത്ത നന്മകളുടെ ഒരു പങ്ക് അതിന്ന് എനിക്കത് ജനത്തോടത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ 4 പേർ അറിയത്തക്ക രീതിയിൽ അത് പോസ്റ്റ് ചെയ്യാനൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത് പറയണം. ഞാൻ പലയിടത്തും അത് സംസാരിക്കാറുണ്ട്, പലരോടും ഈ അനുഭവം പറയാറുണ്ട്. ഞാൻ ഈ 2 മൺകുടവും പൊക്കിക്കൊണ്ട് അല്ലെങ്കിൽ പൊതിക്കെട്ടും വയ്ക്കൊണ്ട് ഞാൻ തോളത്തിട്ടും കൊണ്ട് ഞാൻ ഫെയ്ത്തോമിൽ നാഗപ്പൂരിൽ സന്തോഷമായിട്ട് വന്നു. വലിയ ആഹ്ലാദത്തോടെ വന്നതാണ്. പക്ഷേ പി എൻ തോമാച്ചാൻ ഈ പൊതിക്കെട്ട് ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് അതിൻ്റെ ദശാംശം ഫെയ്ത്തോമിൽ എടുത്തിട്ട് അവിടെ കുറേ സാധുക്കളായിട്ടുള്ള വിശ്വാസികളുണ്ടായിരുന്നു. ആ വിശ്വാസികൾക്കെല്ലാം സഹായിക്കാൻ ജോലിയില്ലാതെ അല്ലെങ്കിൽ സുഖമില്ലാതെ കിടക്കുന്ന 1-2 മലയാളി സഹോദരന്മാരുണ്ട്. അവരെ സഹായിക്കാനും എന്ന് വേണ്ട സൈക്കിളും എടുത്തുകൊണ്ട് പുള്ളിക്കാരൻ ഒരൊറ്റ പോക്ക് പോയി ആ പൈസ എല്ലാം തീർത്തിട്ടാണ് വിശ്വാസഭവനത്തിലേക്ക് വന്നത്. മദർ മനോമണിയാണെന്ന് മാത്രം. ഞാൻ മദർ മനോമണിയോട് പറഞ്ഞു, ഞാൻ കൈ നിറച്ച് കാശ് കൊണ്ടുവന്ന് അച്ചായനെല്ലാം വാങ്ങിച്ചുകൊണ്ട് ഒരു കുന്തവും വാങ്ങിച്ചുകൊണ്ട് വന്നില്ല. പുള്ളി പറഞ്ഞു, അതിൻ്റെ ദശാംശം മാത്രമേ നമുക്ക് അനുഭവിക്കാൻ വിധിയുള്ളൂ. കഷ്ടപ്പെടുന്ന അനേക ബീഹാറുകാരായ 1-2 സഹോദരിമാർ വളരെ കഷ്ടതയിൽ കുടുംബങ്ങളായിരിക്കുന്നു. അതിനുശേഷം ഒരു സിംഗ് കുടുംബം എന്നും അവർക്കൊക്കെ പുള്ളിക്കാരൻ കൊണ്ടുപോയി സഹായിക്കുകയാണോ അതോ അമരാവതിയിൽ പുള്ളി ഒരു പ്രാർത്ഥന ആരംഭിച്ചിട്ടുണ്ട്, അവിടെ സാധുക്കളുണ്ട്, അവിടത്തേക്കുമായിട്ട് അത് വീതിച്ചു കൊടുത്തു. ദശാംശത്തിന് വിലയുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയണം. ദശാംശം ശരിയാണോ ഇല്ലയോ? എനിക്ക് ഒരു വചനം എടുത്തുകൊണ്ട് പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ ദശാംശം കൊടുക്കണമെന്ന് സ്ഥായിയായി ഉപദേശിക്കുവാൻ ദൈവവചനത്തിൽ എങ്ങും വഴിയില്ല എന്ന് പറഞ്ഞ് ദശാംശം കൊടുക്കണ്ട എന്നല്ല. നീ ദൈവത്തോടൊരു പൊരുത്തന്
അതായത് ഒരു എഗ്രിമെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്കും നിൻ്റെ സന്തതികൾക്കും പ്രബലരായിരിക്കേണ്ടതിന്, നീ പോകുന്ന വഴിയൊക്കെ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ദൈവം നിനക്ക് തരുന്നതിൻ്റെ ഒരു പങ്ക് കർത്താവിന് വേണ്ടി ഏതെങ്കിലും രീതിയിൽ അത് ചെലവഴിക്കുവാനും ചെലവാക്കപ്പെടുവാനും ചെലവായി പോകുവാനും ദൈവം തരുന്നതായ കൃപയും ദൈവത്തോട് പറഞ്ഞതായ കാര്യം സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ട് അത് നിൻ്റെ പുറകെ കൂടും. ഓരോ മാസവും നീ പൈസ ചെലവഴിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റേത് എവിടെ? അപ്പോൾ ദൈവം ഈ പണമൊന്നും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതല്ല, എന്നാൽ അത് വാങ്ങിക്കുന്നവർ എത്രത്തോളം വിശ്വസ്തരാണ്. ഞാനിതൊക്കെ പറയുന്ന ഉടനെ ദശാംശത്തിന് അല്ലെങ്കിൽ ഒരു സഹായിയായിട്ടുള്ള ഒരു വാക്കല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെങ്കിൽ ദശാംശം വാങ്ങുന്നവർ അതെങ്ങനെ ചെലവഴിക്കുന്നു എന്ന് എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാതൃകയായിരുന്നു തോമാച്ചായൻ കാണിച്ചത്. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിച്ച വ്യക്തികളിൽ ഒരാൾ, 2-3 തോമസ്മാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അപ്പന്മാരായി കണ്ടത്. ഒന്ന് എ.സി. തോമസ്, 2 പി.എൻ. തോമസ്. ഇവരെ പി.എൻ. തോമസിനെ ഞാൻ അകമഴിഞ്ഞങ്ങ് സ്നേഹിച്ചെന്ന് വെച്ചാൽ ഇത്രത്തോളം ഞങ്ങൾ തമ്മിൽ അങ്ങ് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത 2 മനുഷ്യരില്ല. കാരണം അദ്ദേഹത്തോട് ഏറ്റവും കൂടുതൽ എന്നെ ഓർത്ത് ഒരു പക്ഷെങ്കിൽ കരഞ്ഞിട്ടുള്ള വ്യക്തി അദ്ദേഹമാണ്. പാസ്റ്റർ ടി. തോമസ് ചീഫ് പാസ്റ്റർ ആയതിനു ശേഷം താൻ ബഹ്റൈനിൽ വന്നപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, കോശി ബ്രദറെ, പാസ്റ്റർ പി.എൻ. തോമസ് കരയുന്നതായി ഞാൻ ഒരിക്കൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. താൻ ചീഫ് പാസ്റ്റർ ആയതിനു ശേഷം താൻ ഒരു ദിവസം എൻ്റെ മുന്നിൽ ഇരുന്നൊരു കൊച്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞു. എന്തിനാണെന്ന് ഞാൻ തോമാച്ചാനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയെ കോശിയെ ഓർത്ത് കരയുകയായിരുന്നു. അപ്പോൾ എന്നെ ഓർത്ത് കരയുന്ന അല്ലെങ്കിൽ ഒരു സുവിശേഷ പ്രവർത്തനത്തിൽ എന്നെ കാണണം എന്ന അതിയായ ആഗ്രഹം, എനിക്ക് പല കത്തുകൾ താൻ അയച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഒരുപാട് താൻ അയച്ചിട്ടുള്ള കത്തുകൾ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഓരോ മാസത്തിലും താൻ എനിക്ക് കത്തയക്കും. അതിൻ്റെ എല്ലാം ഒടുവിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ആത്മാവിനെ നേടണം, ആത്മാക്കളെ നേടണമെന്നുള്ള ഒരു വാക്ക്. അദ്ദേഹം ഞാനും കൂടെ അത്രത്തോളം പട്ടിണി അനുഭവിച്ചെന്ന് പറഞ്ഞാൽ, പട്ടിണി പങ്കിട്ടെന്ന് പറഞ്ഞാൽ, ഒരു വിശ്വാസഭവനത്തിന് അല്പം കഞ്ഞി കൊടുത്താൽ അദ്ദേഹം ആ ചോറ് അതിനെ വറ്റെന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ, ആ വറ്റ് ഊറ്റി എനിക്ക് തന്നിട്ട് താൻ കഞ്ഞിവെള്ളം കുടിച്ചിട്ടുണ്ട്. സഹോദരിമാർ താൻ ഇൻചാർജ് അല്ലേ, മൂപ്പനല്ലേ, അപ്പോൾ തനിക്ക് ഇച്ചിരി വറ്റ് കൂടുതലുള്ള കഞ്ഞി കൊടുത്താൽ അദ്ദേഹം അത് പാത്ത് വെച്ചിട്ട് ഞാൻ വരുന്നിടം വരെ കാത്തിരിക്കും. അത് ആ പാത്രം തിരിച്ചെടുക്കാൻ മാത്രം തിരിച്ചു വന്നാലും അവരോട് പറയും വെയിറ്റ് ചെയ്യേ, അത് തരാം, കുടിച്ചില്ല എന്ന് പറയും. എന്തിനാണെന്നറിയാമോ? എനിക്ക് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ഞാൻ വന്നിട്ട് എനിക്ക് വെച്ചിരിക്കുന്ന ആ കഞ്ഞിക്കകത്ത് ചിലപ്പോൾ ഇച്ചിരി കഞ്ഞിവെള്ളമേ ശകലമല്ലേ കാണുന്നു. അപ്പോൾ പുള്ളിക്ക് കൊടുത്ത ആ വറ്റ് പുള്ളി അത് എനിക്ക് വേണ്ടി മാറ്റി വയ്ക്കും. അങ്ങനെയുള്ള ഒരു സ്നേഹം അദ്ദേഹത്തിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതൊന്നും മറച്ചു വയ്ക്കാൻ ഒക്കത്തില്ല. ഇപ്പോൾ അവരെ പൊക്കി പറയുക അല്ലെങ്കിൽ ആ സഭയെ പൊക്കി പറയുന്നതല്ല. സഭയും ഉപദേശവും ഒക്കെ ആയിക്കോട്ടെ, അവരെങ്കിലും ആയിക്കോട്ടെ, ജീവൻ കർത്താവിന് വേണ്ടി ബലിയർപ്പിച്ച് ജീവിച്ച് മരിച്ചതായ അനേക വിശുദ്ധന്മാരുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പല സഭാവിഭാഗങ്ങളിൽ നിന്നും കർത്താവിൻ്റെ വേലയെ മനസ്സറിഞ്ഞ് സഹായിക്കുന്ന സഹോദരങ്ങളുണ്ട്. ആദ്യകാലത്ത് അങ്ങനെയൊക്കെ ഒരു ഐക്യമുണ്ടായി. ആ ഐക്യം കൊണ്ടാണ് വടക്കിന്ത്യയിലെ വേലകൾ പലതും പടുത്തുയർത്താൻ ദാസിദാസന്മാർക്ക് ദൈവം കൃപ കൊടുത്തത്. സഭാ വ്യത്യാസമില്ലാതെ, പ്രവർത്തന വ്യത്യാസമില്ലാതെ, വ്യക്തി വ്യത്യാസമില്ലാതെ, നിറവ്യത്യാസമില്ലാതെ, ഭാഷ വ്യത്യാസമില്ലാതെ ഐക്യമായി നടന്നതായ ചില സമയങ്ങളുണ്ടായിരുന്നു. ആ സമയത്തെ ദൈവം കരത്തിലെടുത്ത് ഉപയോഗിച്ചു, വേലകളെ വളർത്തി. ഇന്ന് നാഗപ്പൂരോ ചന്ദ്രാപൂരോ ഒക്കെ ആയിരക്കണക്കിന് വിശ്വാസികൾ കൂടുന്ന സഭകളും സംവിധാനങ്ങളും ഒക്കെ ആയിരിക്കാം. അതിന് പിന്നിൽ ത്യാഗങ്ങളും കണ്ണുനീരും അനുഭവിച്ച അനേക ദൈവമക്കൾ അതിന് പിന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു കളയരുത്. അവിടെയുള്ള വിശ്വാസികളും വേലക്കാരും അല്ലെങ്കിൽ ഇതര സഭകളിലുള്ളവരൊക്കെ ഇന്ന് ആ സഭകളിലൊക്കെ അല്ലെങ്കിൽ അവിടുത്തെ ഒക്കെ വേല ചെയ്യുന്ന സഹോദരങ്ങൾക്കുണ്ടാകുന്ന കഷ്ടതയും അവരനുഭവിച്ചു പോകുന്നതായ പ്രയാസങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അന്ന് ഞങ്ങൾ കടന്നുപോയ പാതകളെ കുറിച്ചൊക്കെ ഓർത്ത് വളരെ 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 നേരം ചിന്താമുക്തരായിട്ടിരുന്നുണ്ട്. ഇത്രയും ഇങ്ങനെ ഒരു കാര്യം, ഇതിനും അനേക അനുഭവങ്ങൾ ഇനിയും പറയുവാനുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായി സമയം കിട്ടുമ്പോൾ ഇതൊക്കെ ഓർമ്മയിൽ കൊണ്ടുവരികയും മറ്റുള്ള വിശ്വാസികൾക്കും കൂടെ അറിയാൻ, ദൈവമക്കൾ ഇത് അറിഞ്ഞിരിക്കാൻ ഉള്ളതായി ഒരു ഓർമ്മപ്പെടുത്തലായി ഇത് തീരുമാറാകട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ ഓർക്കുകയാണ്. ദശാംശം നിയമമല്ല, ദശാംശം കടപ്പാടല്ല, ദശാംശം ദൈവത്തോട് ചെയ്യുന്നതായ ഒരു എഗ്രിമെൻ്റാണ്. യാക്കോബ് പറഞ്ഞതുപോലെ എനിക്ക് ലഭിക്കുന്നതിലൊക്കെയും ഞാൻ ദശാംശം തരും. അതൊരു 10-1 ദശാംശം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അത് 10-1 മാറ്റി വെച്ചിട്ട് കൊടുക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. അതൊരു
നിനക്ക് ലഭിക്കുന്നതിൻ്റെ ഒരു പങ്ക് കർത്താവിന് വേണ്ടി. ആ കർത്താവിനെ എവിടെ കണ്ടിട്ടാണ് കൊടുക്കുന്നത്? ഒരിക്കലും ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, ബ്രദറെ, ഞാൻ കർത്താവിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെങ്കിൽ ഞാൻ കർത്താവിൻ്റെ കയ്യിലേ കൊടുക്കൂ, വേറെ ആരുടെ കയ്യിലും കൊടുക്കില്ല. അപ്പോൾ കർത്താവിനെ എവിടെ കണ്ടിട്ട് കൊടുക്കണം? അപ്പോൾ ആ കർത്താവിനെ കാണുന്നതായ ഒരു സ്ഥലം എനിക്ക് പറഞ്ഞു തരാമോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ, നിങ്ങളുടെ ചുറ്റും നോക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വിശന്ന് ദാഹിക്കുന്ന, ഒരു സൗഖ്യത്തിന് വേണ്ടി, രോഗത്തിന് വേണ്ടി ഇല്ലായ്മയിൽ നിലവിളിക്കുന്ന പരമാർത്ഥികളായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ ദൈവം നിന്റെ മുൻപിൽ കാണിച്ചു തരുന്നുണ്ടെങ്കിൽ അവരുടെ മധ്യത്തിൽ കർത്താവുണ്ട്, അവിടെ നീ പ്രവർത്തിക്കണം. അതിന് സഭാ വ്യത്യാസം ഒന്നും ഉണ്ടാകരുത്, ഭാഷാ വ്യത്യാസം ഉണ്ടാകരുത്, അല്ലെങ്കിൽ മതവ്യത്യാസം ഉണ്ടാകരുത്. സകലരെയും സ്നേഹിക്കുവാൻ എല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്, സ്നേഹിക്കുവാൻ ദൈവം കൊണ്ടുവന്ന. അതുപോലെ തന്നെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന അനേക ആത്മാർത്ഥമായ ജീവൻ കൊടുത്ത് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഭക്തന്മാരെ മറന്നു കളയാതിരിക്കുന്നത് ദൈവസന്നിധിയിൽ നീതിയാണ്. ആ നീതി നമുക്ക് ലഭിക്കുവാൻ നമ്മളാൽ ചെയ്യാവുന്നത്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ ചെയ്യണം, പ്രവർത്തിക്കണം. നിനക്ക് കഴിവുള്ളപ്പോൾ നന്മ ചെയ്യുവാൻ നീ മടിക്കരുത്. കഴിവില്ലാത്തപ്പോഴെങ്ങനെ നന്മ ചെയ്യാനാണ്? അപ്പോൾ നമുക്ക് കഴിവിനെയും ആരോഗ്യത്തെയും ബലത്തെയും ഒക്കെ തന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. എന്നാൽ ഈ ദാനം അനുഭവിക്കുന്ന സമയത്ത് കർത്താവിന് വേണ്ടി നാം ദാനം ചെയ്യുമ്പോൾ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും എന്ന് മാത്രമേ ദശാംശത്തെ സംബന്ധിച്ച് എനിക്ക് പറയുവാനുള്ളൂ. മറ്റുള്ളവർ പറയുന്നത് പോലെ വേദപുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ പറഞ്ഞിട്ടില്ല. സത്യമാണ്, ദശാംശത്തിന് വേണ്ടി അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങളൊക്കെ മലാഖിയിൽ നിന്നും ഇവിടുന്ന് എല്ലാം ദശാംശം എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുകളെല്ലാം കൊണ്ടുവന്ന് ചിലപ്പോൾ സ്ഥാപിച്ചേക്കും. സത്യം പറയട്ടെ, ഈ പുതിയ നിയമ വിശ്വാസികൾക്ക് ഇതൊന്നും ബാധകമല്ല. അതിനേക്കാൾ ഉപരി ദൈവവും നാമുമായിട്ട് ചെയ്യുന്നതായ വലിയൊരു ഉടമ്പടിയുടെ തത്വമുണ്ട്, ആ ഉടമ്പടിയുടെ വ്യവസ്ഥയുണ്ട്. അതിനനുസരിച്ച് നാം പ്രവർത്തിക്കുമ്പോൾ ദൈവം നമ്മെ മാനിക്കും. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് തിരുവചനം നമ്മോട് പറയുന്നു. ഗോഡ് ബ്ലെസ് യു.